ഇത് കുറച്ച് മതി ചേച്ചിയാ, കുറച്ച് പുറകോട്ട് അങ്ങോട്ടൊക്കെ ഉണ്ട്. നിന്റെ നക്ഷത്രം രേവതി. നിനക്ക് ഭവന സംബന്ധമായ കർമ്മം മനസ്സിലായി. ഒരു തച്ചന്റെ നിന്റെ കർമ്മ ചോദിച്ചു. അത് ഭവന സംബന്ധമായ കർമ്മല്ലേ? അതല്ലേ ഞാൻ ചോദിച്ചേ. ഉണ്ണിയുടെ നക്ഷത്രം എന്താ ഉണ്ണി? കാർത്തിക ഉത്തരാടം. എപ്പോൾ തോന്നിയെന്നല്ല നിൽക്ക് ഞാൻ തോന്നിയേക്കാം. അല്ല എത്ര വയസ്സായി? നിനക്ക് വല്ല സ്നേഹബദ്ധമുണ്ടോ? സത്യം സത്യം പറയും. എൻ്റെ പിതാവിരിക്കുന്ന നോക്കണ്ട. ഞാൻ ആരോടായാലും കാര്യം ചോദിക്കുന്നു. അല്ലെങ്കിൽ ആരെങ്കിലും പിന്നാലെ വന്നിട്ടുണ്ടോ നിൻ്റെ പേര്? ഇഷ്ടം പറഞ്ഞു വന്നിട്ടില്ല ഞാൻ പറഞ്ഞു. നീ എന്തെങ്കിലും മറുപടി പറഞ്ഞു ഇതറിയുമോ? അല്ല അറിയുമെന്ന് ചോദിച്ചതാ. ഇതെന്തിനാണെന്നറിയോ? ഞാനിപ്പോൾ നിന്നോട് ഈ ഉണ്ണിനെ കൊണ്ടുവരാൻ പറഞ്ഞതിൻ്റെ കാര്യം മനസ്സിലായി. ഇതൊന്ന് എനിക്ക് ആ കണക്ക് കല്ലും പതിരൊന്ന് തീർക്കണം, അതിനു വേണ്ടി കൊണ്ടുവരാൻ പറഞ്ഞതാണ്. അല്ലാതെ കണ്ട് വേറെ ഒന്നുമില്ല. മനസ്സിലാവില്ല. ആ വഴിക്ക് പോകണ്ട ഇട്ടാ, ആ വഴിക്ക് പോകണ്ട. മനസ്സിലായാ ഞാൻ പറഞ്ഞു? ആ വഴിക്ക് പോകണ്ട എന്ന് മനസ്സിലായില്ല. അപ്പോൾ വരണ്ട പിന്നാലാവുന്നു. ആ വഴിക്ക് പോകണ്ടാന്ന് ഇതാ. ഇനിയിപ്പോൾ എന്താ ഉണ്ണിക്ക് വേണ്ട എന്ന് പറഞ്ഞു? ഇപ്പം സമയം നല്ലതാണ്. പുണർന്ന നക്ഷത്ര നിന്റെ സമയം നല്ലതാ. ഞാനത് തീർപ്പുണ്ടാക്കി തരാം. നിന്നോട് ഞാൻ പറഞ്ഞില്ല എവിടേക്കാണ് നീ വെള്ളിക്ക് വേണ്ടി ഏത് അധികാരികളെ ആസ്ഥാനത്തെ കൊടുത്തേക്കണേ? മനസ്സിലായില്ല. അതിൻ്റെ പേരൊന്നും എഴുതി കൊടുത്തേക്കില്ല. ഈ ഉണ്ണി സന്താനത്തിൻ്റെ നാമോദയം നക്ഷത്രം എഴുതി കൊടുത്തു. അതുപോലെ തന്നെ എന്ത് വിദ്യയ്ക്കാ നീ തുടർന്ന് നീ വിദ്യയ്ക്കിരിക്കാൻ പോണത്? ഏതാ വിഷയം? ആറ് കടന്നു പോകാൻ അല്ലേ? ആണോ? ഞാൻ നടത്തിത്തരാം ഇതാ, ഞാൻ നടത്തിത്തരാം. വേണ്ടാന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? നീ ചോദിക്കില്ലാന്ന് പറഞ്ഞില്ലേ? നിനക്ക് കാണാൻ മനസ്സിലായില്ലേ? അത് മതിയെന്ന്. നിന്റെ എത്ര വെള്ളി പോയേ? 3.5 വെള്ളിയല്ലേ പോയെന്ന്. അതിൻ്റെ 2 മടങ്ങ് ഞാൻ ആ ഉണ്ണിയുടെ കളഞ്ഞാക്കാം. നീ എന്തിനാ അവിടെ? 3.5 വെള്ളി നീ എടുത്തെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചെന്ന് ഒന്ന് തലോടി എന്ന് പറഞ്ഞപ്പോൾ ഉണ്ണി വേറെ സ്ഥലത്ത് പോയി കളിച്ചിട്ടുണ്ട്. ഞാനത് തീർപ്പുണ്ടാക്കി തരാം. നീ പോകോ? അതല്ലേ പറഞ്ഞു നിന്നെ ഞാൻ നോക്കിക്കോളാന്ന് പറയുമ്പോൾ പിന്നെ നീ എന്തിനാ പേടിക്കണം? 3.5ക്ക് 2 മടങ്ങ്. അപ്പം അതിൽ 7 വെള്ളി ആ ഉണ്ണിയുടെ. നിന്റെ 3.5 വെള്ളി കൂടാണ്ട് ആ ഉണ്ണി സന്താനത്തിൻ്റെ 7 വെള്ളി ഞാൻ കളഞ്ഞില്ലെങ്കിൽ നീ ആ ഉണ്ണി സന്താനം ഇനി എന്നെ ദ്രോഹിക്കരുത്, ഞാൻ നിനക്ക് എങ്ങനെയെങ്കിലും തരാമെന്നും പറഞ്ഞ് നിന്റെ കാൽച്ചോട്ടിൽ വന്ന് നീ ഞാനില്ലെന്നല്ല എൻ്റെ പണിക്കറില്ലെത്തും ഞാനിരിക്കുന്നില്ല ഉണ്ണിയെ. നീ പൊക്കോ, ഞാൻ തീർപ്പുണ്ടാക്കി തരാം. തുടങ്ങിയതല്ലേ? അതെന്താ കാരണം? മനസ്സിലായില്ല.
എൻ്റെ ഏട്ടന് തടസ്സം പറ്റിയപ്പോൾ ഞാൻ നിന്നെ വന്ന് കാത്തിരട്ടി. അല്ല, ഏട്ടനാണ് തടസ്സം എന്ന് മനസ്സിലായി. ഞാനായിട്ട് നിനക്കൊരു തടസ്സത്തിനും വന്നില്ല. നിന്റെ ഭവനത്തിന്റെ ഉമ്മറക്കോലായിരുന്ന എൻ്റെ ഏട്ടൻ കുട്ടി സമ്പ്രദായത്തിൽ അത് പറക്കുട്ടി സമ്പ്രദായ അല്ലേ? നീ അങ്ങേർക്ക് വേണ്ട രീതിയിൽ കാര്യം കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നീ സങ്കല്പിച്ചു. ഞാൻ തീർപ്പുണ്ടാക്കി തരാം. ഞാൻ എൻ്റെ ഇല്ലത്ത് വന്നിട്ടല്ലേ നിനക്ക് അത്രയും കെട്ടിപ്പൊട്ടി തന്നെ അല്ലേ? അത് നിനക്ക് ഓർമ്മയില്ല. എൻ്റെ ഏട്ടൻ തടസ്സം വെച്ചേക്ക. നീയും നിന്റെ ഭവനത്തിൽ അല്ലെങ്കിൽ നിന്റെ നാലാമടത്തെ ഉണ്ണിയിലും ഏട്ടനായിട്ട് എന്താ ഇത്ര പണക്കം? കാര്യം നടക്കാൻ വല്ലപ്പോഴും എന്തെങ്കിലും കൊടുത്തിട്ട് കാര്യമില്ല. എന്താ നീ ചെയ്യേണ്ട കാര്യമില്ല പറഞ്ഞു. നിന്റെ നാലാമടത്തിലല്ല ഉണ്ണികളും ഏകോപമായിട്ട് ചെയ്യേണ്ടത് ഏകോപമായിട്ടാണ് ചെയ്യുന്നത്. നിന്റെ മാത്രമാണോ? പിതാവ് നിന്റെ മാത്രമായിരിക്കാം. അപ്പൊ നീ പിതാവിനും മാതാവിനും നീയോ ഒരു ഉണ്ണി മാത്രമുള്ള നീ മാത്രം അന്നം കൊടുത്താൽ മതി, മറ്റുള്ളവർ കൊടുക്കണം. ഇത് നിന്റെ നാലാമിടത്ത് വെച്ചാരാധിച്ചിരുന്ന കരുക്കളാ. അപ്പൊ നീ നിന്റെ ആവശ്യത്തിന് കൊടുക്കുക. മറ്റുള്ള ഉണ്ണികൾ കൊടുക്കാണ്ട് വരുമ്പോ അപ്പ കിട്ടി, അപ്പൊന്ന് സഹായിച്ചു, അത് കഴിഞ്ഞില്ല. നിന്റെ കാര്യമില്ല ഞാൻ പറഞ്ഞു. അപ്പൊ കിട്ടി, അങ്ങേരം അത് കഴിച്ചതിന് പ്രത്യുപകാരം നിനക്ക് കാര്യം നടത്തി തന്നു. ഇത്രയും ഞാൻ ആക്കി തന്നില്ലേ? ഇത്രയും ഞാൻ ആക്കി തന്നു. അപ്പൊ ഇനി അവിടുന്ന് ഞാൻ ആക്കി തരാം. നീ സാഷ്ടാംഗം വേണം എൻ്റെ ഏട്ടൻ്റെ കേട്ടാ. എന്നാലാവെന്ന് ഞാൻ ചെയ്തു തരും. അവരുടെ കാര്യം എനിക്കറിയില്ല എന്ന് പറഞ്ഞു നിൽക്കും. എന്ത് പറയുന്നത്? ഇത്രയൊക്കെ മാറ്റം എന്താ നക്ഷത്ര അപ്പം എല്ലാ ഭാഗങ്ങളും ബിൽഡിങ്ങുമായിട്ടുള്ള ധ്യാനം. അപ്പം ഇനി അതിനു വേണ്ടി പ്രവർത്തിച്ചേക്കുന്ന അപ്പം നിങ്ങൾ എല്ലാ ചൊവ്വാഴ്ച ദിവസങ്ങളും സൂര്യക്കാലാവസ്ഥ ഒരു അളവിൽ അതിൽ ആ തടസ്സങ്ങളൊക്കെ മാറ്റി ലക്ഷാസംബന്ധമായ ദോഷങ്ങളിലേക്ക് വ്യാഴം പ്രസാദിച്ച് വെള്ളിയിലേക്ക് കിട്ടുന്നില്ല. അതുപോലെ തന്നെ വെള്ളിയിലൊക്കെ മധുരൊഴിഞ്ഞിട്ട് ഒരു പിടി വെള്ളി മഞ്ഞപ്പട്ടിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ അടയ്ക്കുന്നേ ഓർമ്മിപ്പിച്ചേക്കണം വെള്ളക്കാരൻ. ഞാനിത് പൊന്നു വെച്ചില്ല ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ് പറയും. അതുപോലെ തന്നെ ആൺസന്താനത്തിന് ആ നീരാട്ടും മുഴക്കം കൂടാണ്ട് നേതൃത്വം അതിലൊക്കെ ബലമൊന്നും അത് തന്നെ അതെല്ലാം നിന്നോട് അവരൊക്കെ പേര് മനസ്സിലായി. ഉണ്ണിക്ക് എല്ലാം കഴിഞ്ഞു. നിനക്ക് നിന്നോട് പൊളിക്കാൻ പറഞ്ഞത് ഞാൻ ഭവന എല്ലാ പണിയും കഴിച്ച് ഞാൻ നിനക്ക് ദീപം തെളിയിക്കേണ്ട ആ മുറിയറ വരെ ഞാൻ നിനക്ക് ഉണ്ടാക്കി തന്നില്ല ഇല്ലേ? നിനക്ക് അപ്പോഴും എന്നോട് നീ ഇവിടുന്ന് പടിയിറങ്ങുമ്പോൾ ഇയാൾ പറഞ്ഞ വാക്ക് കേട്ട് ഞാനത് പൊളിക്കണോ എന്ന് സന്ദേഹത്തിൽ പോയി ഉണ്ടല്ല നീ അല്ലേ? പൊളിക്കുമ്പോൾ നീ അങ്ങനെയല്ല നിശ്ചയിച്ച് അവിടെ നിന്ന് ചെന്ന് കിടന്നിട്ട് പുലർക്കാല നേരം പുലരും വരെ ഉണ്ണി ഉറങ്ങിയിട്ടില്ല. ഈ ഒരു കാര്യം മാത്രം ചിന്ത. അയാളെന്നെ നടുവടിയിലെ ഇവിടെ ഞാൻ അങ്ങനെയാണെന്ന് മനസ്സിലായില്ല.
ഏതുണ്ണി വന്നിരുന്നാലും എന്ത് കാര്യത്തിനാ വന്നെന്ന് പറയും. ഞാൻ അങ്ങനത്തെ ഒരാളാ. എനിക്ക് അപ്പൊ പറയാൻ പറ്റില്ലെങ്കിൽ ഞാൻ എൻ്റെ കർമ്മി അതിനകത്ത് കയറുമ്പോൾ പറഞ്ഞു കൊടുക്കും, ഇന്നൊന്നും ഇന്ന കാര്യത്തിന് വന്നു. നടുത്തെരുവിലേ എന്നിട്ടിട്ട് പോകുന്നു. ഇപ്പൊ ഇത് ദീപം കൊടുത്തിട്ട് ആ അടുപ്പും തറ വരെ എല്ലാം കഴിഞ്ഞു. ഞാനെന്താ നിന്നോട് പറഞ്ഞു, എൻ്റെ വെള്ളാട്ടിന് ഞാൻ മണ്ഡപത്തിൽ എഴുന്നില്ലെങ്കിൽ വരുന്നേ നിന്റെ ഭവനത്തിൻ്റെ മുഴുവനും പണി കഴിച്ച് ഞാൻ വരുന്നു. എൻ്റെ ഇല്ലേ? അല്ല എല്ലാം വെച്ചോളൂ. എനിക്കെത്ര വേണ്ടു? എൻ്റെ പറഞ്ഞ വാക്കാവില്ലത്. ഞാൻ വാക്കിന് മൂല്യം കൊടുക്കുന്നവരൊരു കരുവ. നക്ഷത്രം ആ പരിസന്ധാരത്തിൻ്റെ അത് തന്നെ ചോദിച്ചേ. ആ പെൺസന്താനത്തിൻ്റെ നക്ഷത്രം അപ്പം 3 പേരുടെ നക്ഷത്രം കൊണ്ട് വ്യാഴം അഷ്ടമത്തിലൊന്നും പോയിട്ടില്ല. അത്രയല്ലേ? ആ എനിക്ക് മനസ്സിലായി. ഇനി എന്തിനാണ് കിട്ടണേ? മനസ്സിലായില്ല. നിനക്കതിനെന്താ വേണ്ടേ? ആ എത്രയാ വേണ്ടത്? മനസ്സിലായില്ല. അവർക്ക് അന്നം കൊടുക്കാനുള്ള വെള്ളിയല്ലേ വേണ്ടൂ.